നല്ല നീണ്ട നെറ്റിയാണ്. ആരുടേത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടേത്. കവിള് ഒട്ടിയതാണ്. അങ്ങനെ കവിള് ഒട്ടിയ ഒരു പ്രകൃതാണ്. ഇവിടെ ദഖനിന്റെ ഇവിടെ മാത്രമായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് താടി ഉണ്ടായിരുന്നു. ഇവിടെ താടി ഉണ്ടായിരുന്നില്ല. കണ്ണ് കുഴിയിലേക്ക് ഇറങ്ങിയ കണ്ണുകളായിരുന്നു. അന്നിങ്ങനെ ആ രൂപം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തുനബി തങ്ങളുമായിട്ടുള്ള പ്രണയം എന്ന് തുടങ്ങിയതാണെന്നറിയോ? നബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിന് ശേഷമല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തുനബി തങ്ങളുമായിട്ട് 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. 2 വയസ്സിന് വ്യത്യാസം. ആരാ 2 വയസ്സിന് മൂത്തത്? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുത്തുനബി തങ്ങളുടെ ഉമ്മ വഫാത്താകുമ്പോ 6-ാമത്തെ വയസ്സിലാണല്ലോ മുത്തുനബി തങ്ങളുടെ ഉമ്മ അബവാഹിൽ വെച്ചുകൊണ്ട് മരിക്കുന്നത്. അന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 4 വയസ്സാണ്. അങ്ങനെ മുത്തുനബിന്റെ ഉമ്മ മരിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞു. മക്കയിലുള്ള മുഴുവൻ ആൾക്കാരും അറിഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട് എങ്ങനെയാണെന്നറിയോ? ഇത് കഅബയാണെങ്കിൽ, ഇത് കഅബയാണ്, നിങ്ങൾ കുട്ടിയോളി, ഇത് കഅബയാണ്. അപ്പൊ കഅബയുടെ ഇവിടെ കഅബന്റെ വാതില്, ഇവിടെ മഖാം ഇബ്രാഹിം, ഇത് സഫ മർവ. അതിന്റെ അപ്പുറത്ത് വലിയൊരു ബാത്റൂം കാണാം. അതിന്റെ പുറത്ത് അതാണ് അബൂജാലിന്റെ വീട്. അതിന്റെ നേരെ അപ്പുറത്തേക്ക്, അതായത് ആ ബോക്സ് ഒക്കെ നിൽക്കണ അങ്ങോട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും. നോക്കണേ, നബി തങ്ങളുടെ വീട്, അബൂജാലിന്റെ വീട്, സഫ മർവ, ഇപ്പുറത്ത് കഅബ. ഇങ്ങോട്ട് നോക്കണേ, ഇത് റുക്നുൽ യമാൻ, ഇത് റുക്നുൽ യമാൻ. അതിന്റെ ഈ ഭാഗത്താണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീടുണ്ടായിരുന്നത്. അങ്ങനെ മക്കത്തുള്ള എല്ലാവരും അറിഞ്ഞു മുത്തുനബിന്റെ ഉമ്മ മരിച്ചുപോയി. അന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 4 വയസ്സാണ്. എല്ലാവരും സങ്കടപ്പെട്ടു പോയി. കാരണം വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു, ആകെ ഉണ്ടായിന് ഉമ്മയും മരിച്ചു 6-ാമത്തെ വയസ്സിൽ. സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഈ വാക്ക് കേട്ടു. അതായത് മുഹമ്മദിന്റെ ഉമ്മയും വാപ്പയൊക്കെ മരിച്ചുപോയി, പാപം എന്നുള്ള വാക്ക് കേട്ടു. നോക്കണേ, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ 4 വയസ്സായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഉറക്കം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാവ് അബൂ ഖുഹാഫ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ്, എന്താ മോനെ ഉറങ്ങാത്തത്? കുറെ നേരമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ്? 4 വയസ്സാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉപ്പച്ചിയെ, അബൂ ഖുഹാഫ, ഉപ്പച്ചിയെ, എനിക്ക് ഉറക്ക് വരുന്നില്ല. ആ യതീമായ മുഹമ്മദിനെ എനിക്കൊരു വട്ടം കാണണം. നേരം വെളുത്തിട്ട് പോരെ? പറ്റൂലെങ്കിൽ ഇപ്പം തന്നെ കാണണം. അങ്ങനെ ശാഠ്യം പിടിച്ച് മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടി 4 വയസ്സുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. കഅബന്റെ അടുത്തൂടെ ഇങ്ങനെ പാതിരാത്രി നടന്നു പോവുകയാണ്. ആ സമയത്ത് അബൂജാലിന്റെ വീട്ടിന്റെ മുമ്പ് കൂടെ പോണത്. അബൂജാൽ ചോദിച്ച, അബൂ ഖുഹാഫ പോണത്? അബൂ ഖുഹാഫ പറഞ്ഞു, എന്താണ് ചെയ്യാ, ഇവന് ആ മുഹമ്മദിനെ കാണാതെ ഉറക്കം വരുന്നില്ല. അങ്ങനെ പോയി 4 വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ 6 വയസ്സുള്ള മുത്തുനബിയെ കണ്ട് സമാധാനിപ്പിച്ചു. അന്ന് അബൂ ഖുഹാഫയോട് പറഞ്ഞു, ഞാൻ വീട്ടിക്കില്ലേ, ഞാൻ ഇവിടെ നിൽക്കുക അന്ന് രാത്രി. അങ്ങനെ അന്ന് രാത്രി പാവം 4 വയസ്സുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്തുനബിന്റെ കൂടെ ജീവിച്ചു. അന്ന് മുതൽ തുടങ്ങിയ പ്രണയമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പ്രണയം പിന്നെ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അതല്ലേ മുത്തുനബി 53-ാമത്തെ വയസ്സിൽ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 52 വയസ്സാണല്ലോ. ഞാൻ പോരും നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞു പോയല്ലോ. ആലോചിച്ച് നോക്കിയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ കൂടെ. മുത്തുനബി തങ്ങൾ വഫാത്തായി എന്ന് അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് മദീനത്ത് 2-ാമത്തെ ഭാര്യന്റെ അടുത്തായിരുന്നു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. മുത്തുനബി വഫാത്തായി എന്ന് അറിഞ്ഞപ്പോ പാവം അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 61 വയസ്സാണ്.
താടിയൊക്കെ നരച്ചിട്ടുണ്ട്. മരുഭൂമി കൂടെ മുത്തുനബി വഫാത്തായപ്പോ പൊട്ടി 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 കരഞ്ഞ് 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 അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വന്നിട്ട് മുത്തുനബിനെ കണ്ടൊരു രംഗുണ്ട്. എല്ലാവരും ഒന്ന് കണ്ണടച്ചു നോക്കുവോ? എല്ലാവരും ഒന്ന് കണ്ണടച്ചു നോക്കുവോ? ആ രംഗൊന്ന് ആലോചിച്ച് നോക്കുവോ? മെലിഞ്ഞ ശരീരമുള്ള വയസ്സനായ, മുട്ടിൽ മാത്രം താടിയുള്ള, ആ താടിയാണെങ്കിൽ നെഞ്ചിലൂടെ ഇങ്ങനെ പാറിക്കളിക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്തുനബി മരിച്ചു എന്നറിഞ്ഞപ്പോ ഇങ്ങനെ ആ മരുഭൂമി കൂടെ കാലൊക്കെ ഇങ്ങനെ വേച്ച് നടക്കാൻ പറ്റാതെ കലങ്ങിയ കണ്ണുമായിട്ട് അങ്ങനെ വരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മളിങ്ങനെ ഏട്ടെങ്കിലും പോയി നമ്മളമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വിഷമം നമുക്ക് ഉണ്ടാവും. നമ്മളമ്മാൻ്റെ മരണവാർത്ത കേട്ട്, നമ്മളമ്മാൻ്റെ മരണവാർത്ത കേട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കും നമ്മൾ വരിക? നമ്മളപ്പച്ചി മരിച്ചു എന്ന് കേട്ടാൽ എങ്ങനെയൊക്കെ ഉപ്പച്ചിൻ്റെ പുരയിലേക്ക് നമ്മൾ വരിക? എന്തൊക്കെ വിഷമത്തോടുകൂടെ ആയിരിക്കും വരിക. എന്നാൽ അതിനേക്കാളും ഏറെ സ്നേഹിച്ചിട്ടില്ല ഒരു ആ വരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. മുത്തുനബിയെ കാണുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. മുത്തുനബിന്റെ മുഖത്തേക്കിട്ട ആ തുണി ഇങ്ങനെ മാറ്റി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് മുത്തുനബിന്റെ ചുണ്ടിലേക്കും മുത്തുനബിന്റെ കവിളത്തിലേക്കും ഉറ്റിച്ച് ആ കവിളിൽ ഇങ്ങനെ ചുംബനം ചെയ്യുന്ന രംഗം ആലോചിക്കുകയാണ്. അതിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അവസാനത്തെ ചിരി ഹിജ്റയുടെ 10ാമത്തെ വർഷം റബീഉൽ അവൽ 12 സുബ്ഹ് നിസ്കാരത്തോടുകൂടെ അവസാനിച്ചിട്ടുണ്ട്. സുബഹ് നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ, പകലിന്റെ തുടക്കത്തിലാണല്ലോ മുത്തുനബി വഫാത്തായത്. പിന്നെ മുത്തുനബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ചിരിയൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ മരിച്ചുപോയി 2.5 കൊല്ലത്തിന് ശേഷം. മരിക്കാനുണ്ടായ കാരണം വൈദ്യന്മാർ, ആ കാലത്ത് രോഗികളെ പരിശോധിച്ചിരുന്ന വൈദ്യന്മാര് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മരണം മുത്തുനബി തങ്ങളുടെ മരണമായിരുന്നു. ഒരു പാട്ടിടുക മുത്തുനബിനെ പറ്റി ഒന്ന് പാടി, നിങ്ങൾ ഉഷാറായിട്ട് പാടി മൈക്കെടുത്തിട്ട് ഞങ്ങൾ ആനന്ദം കൊള്ളട്ടെ. ഞങ്ങളെ ഹബീബിനെ പറ്റിയിട്ട് പാടുന്ന കേട്ടിട്ട് അശഖ്യങ്ങളെ കണ്ണടച്ചു നോക്കും. നമ്മുടെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി മോനെ നല്ല മൈക്കൊക്കെ ഉഷാറാക്കി കൊടുക്കുക. ഞങ്ങളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഉരമ്പിക്കയറണം ഞങ്ങളുടെ ഹബീബിനെ പറ്റിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലേ റസൂലേ യാ അല്ലാഹ് സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂമനമേ റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ പാരിതിൽ അല്ലാഹു സൃഷ്ടിച്ച നൂറേ പാരിതിൽ അല്ലാഹു സൃഷ്ടിച്ച നൂറേ പരിപാലകൻ മാനവർ കേകിയ അംഗപ്രവാചകരേ അംഗപ്രവാചകരേ റസൂലേ റസൂലേ അംഗപ്രവാചകരേ നബി അംഗപ്രവാചകരേ
പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരലോക രക്ഷകൻ ആജ്ഞ നടത്തുവാൻ അന്ത്യപ്രവാചകരായി പിറന്നു ഉത്തം പ്രസ്ഥാനവുമായി റസൂലേ റസൂലേ അന്ത്യപ്രവാചകരേ നബി അന്ത്യപ്രവാചകരേ പരിശുദ്ധമാസം റബീഉൽ അവ്വലിൽ പരിശുദ്ധമാസം റബീഉൽ അവ്വലിൽ പരലോക രക്ഷകൻ ആജ്ഞ നടത്തുവാൻ തന്ന പ്രവാചകരേ നബി അന്ത്യപ്രവാചകരേ റസൂലേ റസൂലേ അന്ത്യപ്രവാചകരേ നബി അന്ത്യപ്രവാചകരേ റസൂലേ റസൂലേ അന്ത്യപ്രവാചകരേ നബി അന്ത്യപ്രവാചകരേ ഒരു ഉറപ്പ് കൊടുക്കണ്ട കൊടുക്കാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം ഹബീബിനെ പ്രണയിച്ച് മുത്തനബിനെ കാണാൻ കഴിയണം. ഒരു ദിവസം വരും മുത്തനബി നമ്മുടെ സ്വപ്നത്തിലൂടെ ഒരു ദിവസം വരും. അതിന് മുത്തനബിന്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കണം ധാരാളം. അപ്പൊ നബി ഒരു ദിവസം സ്വപ്നത്തിലൂടെ അങ്ങനെ വരും നമ്മുടെ അടുത്തേക്ക്. നമ്മളെ വീട്ടിലേക്ക് നബി വരുമല്ലോ. മുത്തനബിനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് മുത്തനബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിന്റെ കോലത്തിൽ ശൈത്താന്മാർക്ക് വരാൻ കഴിയൂല. അങ്ങനെ സ്വലാത്ത് അങ്ങനെ ചൊല്ലി 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 കിടക്കുമ്പോൾ മുത്തുനബി നമ്മളെ സ്വപ്നത്തിലൂടെ നമ്മളെ അടുത്തേക്ക് വന്ന മുത്തുനബി നമ്മളെ വീട്ടിലേക്ക് വന്നില്ലേ? അൽഹംദുലില്ലാഹ്, നമ്മളെ വീട്ടിലേക്ക് വന്നില്ലേ മുത്തുനബി? നമ്മളെ പുതപ്പ് മാറ്റിയില്ലേ? നമ്മളെ മുഖത്തേക്ക് നോക്കിയില്ലേ?